ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA കൂടെ ചേരുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ തുടങ്ങിയ ശബ്ദം ഇവിടുന്ന് പാടിപറമ്പ്, വെള്ളച്ചാട്ടം, അമ്പലവയൽ RARS, അങ്ങനെ പോയി മേപ്പാടി, ബെങ്ങപ്പള്ളി, പൊഴുതണ, അത് കഴിഞ്ഞ് കോഴിക്കോടിന്റെ മേഖല, മണാശ്ശേരിയുടെ മേഖല, അങ്ങോട്ടാണ് ഈ ശബ്ദം, ഈ ഒരു പ്രകമ്പനം പോയത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ നാളെ പ്രൈം മിനിസ്റ്റർ മുണ്ടക്കൈ വരിക. ഇന്നിപ്പോ സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആളുകൾ അവിടെയുണ്ട്, കലക്ടറേറ്റിലുണ്ട്. അവര് ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. എന്നാലും മുണ്ടക്കൈ മേഖല, പുഞ്ചിരിമുട്ടമേലുണ്ടായ ആ ഭയാനകമായ സംഭവ വികാസത്തെ തുടർന്നുള്ളൊരു ചെറു ഭയമുണ്ട്. പിന്നെ കൂടുതൽ ഇത് പരിശോധിക്കേണ്ടതുണ്ട്. ഈ മലമുകളില് ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നതിന് വേണ്ടി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പാറിന്റെ മേലെ മണ്ണ് നീക്കി റിസോർട്ടുകൾ പണിയുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. കൃത്യമായി പഠനം നടത്തും. നമുക്ക് ഇത്തരം മേഖലകളിൽ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ മണ്ണിന്റെയും പാറയുടെയും ഭൂമിയുടെ ബലഹീനത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഒഴിവാക്കി കെട്ടി നിർത്തിയ വെള്ളം ഒരടിക്ക് അവർ ക്ലീൻ ചെയ്യുമ്പോൾ ഒഴിവാക്കി വിടുന്ന എങ്ങോട്ട് ഭൂമിയിലേക്കാണ്. ഇതൊക്കെ വലിയ പ്രശ്നം. ഇവിടെ മരം കണ്ടോ? ഇവരൊക്കെ കണ്ടോ? ഇവിടുന്ന് മുറിച്ചു മാറ്റിയ മരങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തും. ആശങ്ക വേണ്ട എന്നാണ് ഈ പ്രകമ്പനത്തില് പറയുന്നത്, വിദഗ്ധ സമിതി പറയുന്നത്. അവരുടെ ഭൂകമ്പ മാവിനിയിൽ ഇത് വന്നിട്ടില്ല. സാധാരണ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു മിടുപ്പുണ്ടായാൽ അത് അന്നേരം അവിടെ അറിയും. അത് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പോലും നമുക്കതൊരു ആശങ്കയോടുകൂടി കാണേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല, അത് അവര് തീരുമാനം എടുക്കുന്നുണ്ട് എന്താ വേണ്ടെന്നുള്ളത്. ഇത് ഇവിടെ മാത്രമല്ലല്ലോ. ഒരുപക്ഷെ ബംഗാൾദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഈ സംഭവം ഉണ്ടായി വരുന്നുണ്ട്. ഭൂമികുലുക്കത്തിന്റെ ഒരു തുടക്കം എന്ന് പറയാം എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ഇത് ഈ മണ്ണിന്റെ ഘടനയും കല്ലിന്റെ ഘടനയും മാറുന്നതെന്നൊക്കെയാണ് അവർ ശാസ്ത്രീയമായി പറയുന്നത്. അപ്പൊ നമുക്കതിൽ ആശങ്കയുണ്ട്. ഒഴിപ്പിക്കേണ്ട സാഹചര്യം വരാനുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കേണ്ട രീതിയിൽ തന്നെ അത് കാര്യങ്ങൾ ചെയ്ത് അവർക്കുള്ള സൗകര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കും.